നമസ്കാരം. ദേവസന്നിധിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം ദേശത്ത് കരമനയാറും പാർവതി പുത്തനാറും കിള്ളിയാറും ഒത്തുചേരുന്ന ത്രിവേണി സംഗമത്തിനടുത്താണ് പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക പരശുരാമസ്വാമി ക്ഷേത്രമാണ് തിരുവല്ലം ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ആറാമനും കേരള സ്രഷ്ടാവും പരബ്രഹ്മസ്വരൂപനുമായ പരശുരാമ മഹർഷി ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. താമരയ്ക്കു പകരം പരശുരാമൻ്റെ ആയുധമായ മഴുവാണ് പ്രതിഷ്ഠയിലുള്ളത്. തുല്യ പ്രാധാന്യത്തോടെ മഹാദേവനും ഇവിടെ കുടികൊള്ളുന്നു. ക്ഷത്രിയനാശം വരുത്തിയ പരശുരാമൻ തൻ്റെ പാപം തീർക്കാനായി യുദ്ധം ചെയ്തു നേടിയ ഭൂമി മുഴുവൻ ബ്രാഹ്മണർക്കു ദാനം ചെയ്തു. ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള സമുദ്രത്തെ മഴുവെറിഞ്ഞ് ഭൂമിയാക്കിയെടുത്തതാണത്രേ കേരളം. പുതിയ ഭൂമിയിൽ മാതാപിതാക്കൾക്ക് പിതൃതർപ്പണം നടത്തുവാൻ തിരുവല്ലത്ത് അദ്ദേഹം എത്തുകയും കർക്കിടക മാസത്തിലെ കറുത്ത വാവിന് പരശുരാമസ്വാമികൾ തിരുവല്ലം നദിയിൽ മുങ്ങിക്കുളിച്ച് ശരീരശുദ്ധി വരുത്തി പിതൃതർപ്പണം നടത്തിയെന്നും കഥ കേൾക്കുന്നു. ഇഷ്ടദേവനും ഗുരുവുമായ പരമശിവനെ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തറനിരപ്പിൽ നിന്ന് ഏകദേശം 3-4 അടി താഴോട്ട് പടവുകൾ ഇറങ്ങി വേണം ക്ഷേത്രത്തിൻ്റെ മുഖമണ്ഡപത്തിനകത്ത് പ്രവേശിക്കുവാൻ. മുഖമണ്ഡപം കഴിഞ്ഞുള്ള കവാടം കടന്ന് ക്ഷേത്രമതിലിനകത്ത് കയറിക്കഴിഞ്ഞാൽ പുറമേയുള്ള ശിവേലി പ്രദക്ഷിണത്തിൽ ആദ്യം വണങ്ങേണ്ടത് ഗണപതി ഭഗവാനെയാണ്. ഇവിടത്തെ ഗണപതി പടിഞ്ഞാറ് ദർശനമായാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. വടക്ക് ദർശനമായി ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പുറം പ്രദക്ഷിണം പൂർത്തിയാക്കി വടക്ക് ഭാഗത്തെ കൊടിമര ചുവട്ടിലൂടെയാണ് ചുറ്റമ്പലത്തിനുള്ളിൽ പ്രവേശിക്കേണ്ടത്. അവിടെ പരശുരാമ രൂപത്തിൽ മഹാവിഷ്ണുവും പരശുരാമന്റെ ഗുരുസ്ഥാനീയനായി മഹാദേവനും സ്രഷ്ടാവായ ബ്രഹ്മാവും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. മരണാനന്തര കർമ്മമായ ബലിതർപ്പണമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം. അമ്മയ്ക്ക് പുനർജന്മം നേടിക്കൊടുത്ത ഭഗവാൻ പരശുരാമന്റെ സന്നിധിയിൽ ബലിയർപ്പിച്ചാൽ പരേതാത്മാവിന് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഇവിടെ കർക്കിടകവാവിന് ബലിയർപ്പിച്ചാൽ 1 വർഷം മുഴുവൻ ബലിയർപ്പിക്കുന്നതിൻ്റെ പുണ്യമുണ്ടെന്നും വിശ്വാസമുണ്ട്. ദേവന്മാർക്കും പിതൃക്കൾക്കും വളരെയേറെ വിശേഷപ്പെട്ട സമയമാണ് കർക്കിടകവാവ്. ദേവസാന്നിധ്യത്തിൽ പിതൃബലി നടത്തുക എന്ന പുണ്യമാണ് കർക്കിടക മാസത്തിലെ അമാവാസിക്കുള്ള പ്രാധാന്യം. നൂറുകണക്കിന് ഭക്തജനങ്ങൾ അവരവരുടെ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തിക്കായി ബലി, തിലഹോമം എന്നിവ ഇവിടുത്തെ വിഷ്ണുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ബ്രഹ്മ വിഷ്ണു ശൈവ ചൈതന്യങ്ങളുടെ സംഗമമാണിവിടം. അത്ഭുത ചൈതന്യത്തോടും നിറഞ്ഞു തുളുമ്പുന്ന തേജസ്സോടും ഭക്തർക്ക് അനുഗ്രഹമരുളുന്നതാണ് ഈ പുണ്യഭൂമി. ക്ഷേത്രത്തിനകത്ത് തന്നെ ബലിതർപ്പണം നടത്താൻ സാധിക്കുന്ന ഏക ക്ഷേത്രമാണ് തിരുവല്ലം ക്ഷേത്രം. കർക്കിടകം, തുലാം, മകരമാസങ്ങളിലെ അമാവാസിക്ക് ക്ഷേത്രത്തിൽ വൻ തിരക്കായിരിക്കും. പിതൃകടം തീർക്കുന്നതിനായി 100 കണക്കിന് ഭക്തരെ തിലഹോമപുരയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 12-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ ക്ഷേത്രം പുതുക്കി പണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
ക്ഷേത്രത്തിലെ ഉപദേവതമാരായി മത്സ്യമൂർത്തി, ശ്രീകൃഷ്ണൻ, ഗണപതി, വേദവ്യാസൻ, ബ്രഹ്മാവ്, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർക്കും പ്രതിഷ്ഠകളുണ്ട്. ബ്രഹ്മാവിന് പൊതുവെ ക്ഷേത്രങ്ങളൊന്നുമില്ലെങ്കിലും ഇവിടെ പ്രതിഷ്ഠയുള്ളതൊരു പ്രത്യേകതയാണ്. ശിവന്റെ ശ്രീകോവിലിനോട് ചേർന്ന് വടക്ക് പടിഞ്ഞാറ് ദർശനമായി മഹിഷാസുരമർദിനിയുടെ പ്രതിഷ്ഠയുമുണ്ട്. നാലമ്പലത്തിനു പുറത്ത് കിഴക്ക് ദർശനമായാണ് ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠ. നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയും ഭഗവതി പ്രതിഷ്ഠയും ഇവിടെ കാണാം. ക്ഷേത്രത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. സന്യാസം നേടി നാട്ടിലെത്തിയ ശങ്കരാചാര്യർ തൻ്റെ അമ്മയുടെ ബലിതർപ്പണം നടത്താനായി ഇവിടെ എത്തിയെന്നും ബ്രഹ്മാവ്, പരശുരാമൻ, പരമശിവൻ എന്നിവർ അദ്ദേഹത്തിന് ദർശനമേകുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. തുടർന്ന് മൂവരെയും അദ്ദേഹം ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തുവെന്നാണ് കഥ. അതിനാൽ ഓങ്കാരപ്പൊരുളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു ഐതിഹ്യം. അനന്തൻകാട് തേടിയെത്തിയ വില്വമംഗലം സ്വാമിയാർക്ക് ഭഗവാൻ അനന്തശായിയായി ദർശനം നൽകിയപ്പോൾ ഭഗവാന്റെ തലഭാഗം തിരുവനന്തപുരത്തിന് തെക്കുഭാഗത്തുള്ള തിരുവല്ലത്തും നടുഭാഗം പത്മനാഭസ്വാമി ക്ഷേത്രഭാഗത്തും കാലിൻ്റെ ഭാഗം തിരുവനന്തപുരത്തിന് വടക്കുഭാഗത്തു കഴക്കൂട്ടത്തിനടുത്തുള്ള തൃപ്പാപ്പൂരുമായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ 3 ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തുന്നത് അത്യുത്തമമായി കണക്കാക്കി വരുന്നു. തുലാമാസത്തിലെ അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ട് വരുന്ന വിധത്തിലാണ് ക്ഷേത്രോത്സവം നടക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് തിരുവല്ലം ക്ഷേത്രത്തിലെയും ഉത്സവം നടക്കുന്നത്. കേരളത്തിലെ പുരാവസ്തു വകുപ്പ് ക്ഷേത്രത്തെ ഒരു സംരക്ഷിത സ്മാരകമായി കണക്കാക്കുന്നു. തിരുവോണം നാളിലുള്ള ആറാട്ട്, പരശുരാമ ജയന്തി എന്നിവയാണ് ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന 2 പ്രധാന ഉത്സവങ്ങൾ. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3-ാം ദിവസം ആണ് പരശുരാമ ജയന്തിയായി ആഘോഷിക്കുന്നത്. പുഷ്പാഭിഷേകം, കുങ്കുമാഭിഷേകം, ഭസ്മാഭിഷേകം എന്നിവയാണ് പരശുരാമ സന്നിധിയിലെ പ്രധാന വഴിപാടുകൾ. ഗാനാർച്ചന നടത്തുന്ന ഹനുമാൻ സ്വാമിയുടെ ഒരു മനോഹരമായ ശില്പവും ക്ഷേത്ര സമീപത്ത് നമുക്ക് ദർശിക്കാവുന്നതാണ്. തിരുവല്ലം ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുമല്ലോ. നന്ദി.